നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. CMRL മാസപ്പടി കേസിൽ വീണ വിജയനെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പ്രതിയാക്കിയതോടെ CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയ ആശങ്കയിലാണ്. ഇനി കേന്ദ്ര സർക്കാരിനെയും BJP നേതൃത്വത്തെയും നരേന്ദ്രമോദിയെയൊന്നും കാര്യമായി വിമർശിച്ച് അവരുടെ അപ്രീതി ചോദിച്ചു വാങ്ങണ്ട എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രിയും കേരളത്തിലെ CPM-ഉം. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നരേന്ദ്രമോദിക്കും കേന്ദ്രത്തിലെ BJP സർക്കാരിനും RSS നേതൃത്വത്തിനുമൊന്നുമെതിരെ കാര്യമായ ആരോപണങ്ങളോ വിമർശനങ്ങളോ ഒന്നും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ മാസപ്പടി കേസിൽ വീണ വിജയൻ പ്രതിയാണ് എന്ന് കണ്ടെത്തിയെന്ന് മാത്രമല്ല, വീണ വിജയന്റെ ഗൾഫിലെ കമ്പനികളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നു എന്നുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട്. വീണ വിജയന്റെ ഗൾഫിലെ നിക്ഷേപങ്ങളെ കുറിച്ച് ED അന്വേഷണം മുറുകുന്നു എന്നുള്ള വാർത്തയും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് അവരുടെ അപ്രീതി സമ്പാദിച്ചാൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും RSS നേതൃത്വത്തെയും വിമർശിച്ച് അവരെ പ്രകോപിപ്പിച്ചാൽ കൂടുതൽ രൂക്ഷമായ രാഷ്ട്രീയ തിരിച്ചടികൾ തങ്ങൾ നേരിടേണ്ടി വരുമെന്ന് കേരളത്തിലെ CPM-ഉം മുഖ്യമന്ത്രിയും മനസ്സിലാക്കി കഴിഞ്ഞു. പ്രത്യേകിച്ച് 2026 തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന കാലഘട്ടത്തിൽ ഏത് തരത്തിലുള്ള നീക്കവും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും CPM ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും CPM-ഉം ഇനി പറയത്തക്ക RSS വിമർശനവും മോദി വിമർശനവും സംഘപരിവാർ വിമർശനവും ഒന്നും നടത്തില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഘപരിവാറിനും മോദിക്കും അമിത്ഷായ്ക്കും BJP-ക്കുമെതിരെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തിയ കടുത്ത വിമർശനങ്ങൾ ഇനി ഉണ്ടാകില്ലെന്നുള്ള സൂചന തന്നെയാണ് CPM-ൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫിലെ വീണ വിജയൻ ഉണ്ടെന്ന് പറയപ്പെടുന്ന നിക്ഷേപത്തെക്കുറിച്ച് ED അന്വേഷണം വളരെ തീവ്രമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം ഒരു നീക്കമുണ്ടായാൽ ഇനി ED-യുടെ കേസ് കൂടെ വരികയും അതെല്ലാം അറസ്റ്റിലേക്കും മറ്റും നീക്കുകയും ചെയ്താൽ പിണറായി വിജയനും കുടുംബത്തിനും അതൊന്നും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഒഴിവാക്കുവാൻ, അത്തരം പ്രകോപനങ്ങൾ സൃഷ്ടിക്കാതിരിക്കുവാൻ നോക്കണമെന്നുള്ള സൂചനയാണ് അല്ലെങ്കിൽ നിർദ്ദേശമാണ് ഇപ്പോൾ പാർട്ടി നേതാക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയും CPM-ഉം ഇനി വലിയ ആക്രമണങ്ങളോ അല്ലെങ്കിൽ കാര്യമായ തോതിലുള്ള വിമർശനങ്ങളോ ഒന്നും കേന്ദ്ര സർക്കാരിനെതിരെ അഴിച്ചുവിടുകയില്ല. എന്നാൽ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയെ പോലുള്ളവർ വക്കുപൊട്ടിയ ചില ആരോപണങ്ങളും വിമർശനങ്ങളുമായി കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കുമെങ്കിലും അതൊന്നും നമ്മൾ ഇവിടെ കാര്യമാക്കേണ്ടെന്നും മുഖ്യമന്ത്രിയും കേരളത്തിലെ CPM-ഉം മോദിയെയും അമിത്ഷായെയും RSS-നെയും ഒക്കെ വിമർശിക്കുന്ന കാര്യത്തിൽ അല്പമൊന്ന് മയപ്പെടുത്താൻ അവർ തയ്യാറായി കഴിഞ്ഞു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ വട്ടമിട്ട് പറക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളും കുടുംബവും അടക്കമുള്ളവർ അവരുടെ റഡാറിലാണ്. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്ത് തരത്തിലുള്ള നീക്കവും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള ഭയവും മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമുണ്ട്. അത്തരം ഒരു സംഭവം അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥ, ഒരു അന്തരീക്ഷം ഒഴിവാക്കാനുള്ള ബുദ്ധിപൂർവമായ നീക്കം എന്നുള്ള നിലയിലാണ് ഇനി കേന്ദ്ര സർക്കാരിനും മോദിക്കും BJP-ക്കോ അല്ലെങ്കിൽ RSS-നും എതിരെയുള്ള തുറന്ന വിമർശനങ്ങളോ ആക്രമണങ്ങളോ ഒന്നും വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് പിണറായി വിജയനും CPM-ഉം എത്തിച്ചേർന്നെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കേരളത്തിലെ CPM ഒരു ദശാസന്ധിയുടെ കടന്നു പോവുകയാണ്. കേന്ദ്ര സർക്കാർ പഴയതുപോലെയല്ല, കൃത്യമായി ചില കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുകയും കൃത്യമായി അവരുടെ റഡാർ സിസ്റ്റം ഉപയോഗിച്ച് കേരളത്തിലെ CPM-ന്റെയും മന്ത്രിമാരുടെയും എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന പ്രസിഡന്റായി വന്നതിന് ശേഷം CPM-ഉമായി അത്രയ്ക്ക് അനുരഞ്ജനത്തിൽ പോകാൻ തനിക്ക് താല്പര്യമില്ലെന്നുള്ള സൂചനയും കൃത്യമായി തന്നെ അദ്ദേഹം നൽകുന്നുണ്ട്. പഴയതുപോലെ K. സുരേന്ദ്രനും അതിനുമുണ്ടായിട്ട് ശ്രീധരൻപിള്ളയും ഒക്കെ CPM-ഉമായി അല്പമൊന്ന് അഡ്ജസ്റ്റ്മെന്റ് പോകാൻ തയ്യാറായിരുന്നെങ്കിലും രാജീവ് ചന്ദ്രശേഖർ അതിന് തയ്യാറാവുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ വിജയനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എടുത്ത കേസും ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖറിന്റെ പുതിയ രംഗപ്രവേശനം തമ്മിൽ ബന്ധമുണ്ടെന്ന് പോലും CPM-ഉം മുഖ്യമന്ത്രിയും സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വെറുതെ BJP-യെയും അമിത്ഷായെയും അല്ലെങ്കിൽ നരേന്ദ്രമോദിയെയും RSS-നെയും പ്രകോപിപ്പിച്ച് കൂടുതൽ പണി മേടിച്ച് കെട്ടണ്ട എന്നാണ് ഇപ്പോൾ CPM-ഉം മുഖ്യമന്ത്രിയും തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.